കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങേയറ്റം ശാസ്ത്രാധിഷ്ഠിതമായ മരണത്തെ, ഭൗതികവാദപരമായ മരണത്തെ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് ആ അർത്ഥത്തിൽ മരണത്തോട് തോളോട് തോൾ ചേർന്ന് നിന്ന് ലാൽ സലാം പറഞ്ഞിരിക്കുന്നു. ഇതുവരെയും ഈ നിമിഷം വരെയും ജീവിച്ചിരുന്ന VS എന്ന രണ്ടക്ഷരം ഈ നിമിഷം മുതൽ ഓർമ്മ ആകുന്ന രണ്ടക്ഷരമായിട്ട് മാറുന്നു. ഇന്ന് വൈകിട്ട് 3:20 മുതൽ VS എന്ന് പറയുന്നത് അർത്ഥദീപ്തവും രണദീപ്തവുമായ രണ്ട് ചുവന്ന അക്ഷരങ്ങളുടെ ഓർമ്മകളായി നമ്മുടെ മുന്നിലേക്ക് ഉദിച്ചുയർന്നു നിൽക്കുന്നു. അത് ജീവിതത്തിൻ്റെ അസ്തമനമാണെങ്കിലും ഓർമ്മയിൽ, കേരള രാഷ്ട്രീയത്തിൽ, വിപ്ലവത്തിൻ്റെ ചരിത്രത്തിൽ, പോരാട്ടത്തിൻ്റെ അണയാത്ത ചരിത്രത്തിൽ അത് ഉദയം തന്നെയാവുന്നു. ഒരു വ്യക്തിയുടെ മരണം ചരിത്രത്തിൻ്റെ ഉദയമായിട്ട് മാറുന്ന അത്യപൂർവ സന്ദർഭത്തിനാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ട് അതോടെ 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന് തുടർന്ന് ജീവിക്കാനായി തയ്യൽ തൊഴിലാളിയായ ശേഷം ആസ്പിൻവാൾ കമ്പനിയിൽ തൊഴിലാളിയായി പ്രവർത്തിച്ച് ചെറുകാലി കായൽ വരമ്പത്ത് കർഷക തൊഴിലാളികളെ വിളിച്ചു ചേർത്ത് കർഷക പ്രസ്ഥാനം രൂപീകരിച്ച് കർമ്മമണ്ഡലം വിശാലമാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നീടുള്ള വളർച്ച കേരളത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിപ്ലവകരമായ വളർച്ചയുടെ ചരിത്രമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഈ നിമിഷം മുതൽ VS എന്ന രണ്ടക്ഷരം ഓർമ്മയിലെ രണദീപ്തമായ രണ്ടക്ഷരമായിട്ട് മാറുന്നു. 101 വയസ്സ് എന്ന് പറയുന്ന 101 എന്ന് നമ്മൾക്ക് നിരത്തി വയ്ക്കാവുന്ന ആ 3 അക്ഷരത്തിൽ 3 അക്കങ്ങളിലുള്ള ആ ഒരു നൂറ്റാണ്ടും ഒരു വർഷവും ജീവിച്ച രാഷ്ട്രീയ വ്യക്തിജീവിത അനുഭവ സമ്പത്തിന് ഈ നിമിഷം മുതൽ വിരാമമാകുന്നു. അത് രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികൾക്കും പോരാട്ടങ്ങളുടെ ചരിത്ര വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകമായി ചരിത്രത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ഈ വേർപാടിൻ്റെ നിമിഷത്തിൽ പറയാൻ കഴിയുന്നത്. വി കൃഷ്ണപിള്ള എന്ന ഐതിഹാസികമായ വിപ്ലവ വീര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉപദേശമനുസരിച്ച് കുട്ടനാടൻ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച VS എന്ന സമരനായകന് ഇപ്പോൾ വിട നൽകുന്നു. മൃതദേഹം രാത്രിയോടെ വീട്ടിൽ എത്തിക്കാൻ പോകുന്നു. നാളെ രാവിലെ 9 മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനമായിരിക്കും. നൂറ്റാണ്ടിൻ്റെ സമരസൂര്യൻ്റെ അസ്തമയം അത് ഒരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ വിപ്ലവകരമായ ജീവിതത്തിൻ്റെ ചരിത്രപരമായ ഉദയം കൂടിയായിട്ട് മാറുന്നു. വിട VS എന്ന് നമ്മൾ പറയുന്നു, VS വിട എന്ന് നമ്മൾക്ക് തിരിച്ചും പറയാൻ കഴിയുന്നു. അത് ഒരിക്കലും ഒരു വിട പറയലല്ല, പോരാട്ടത്തെക്കുറിച്ച്, അണയാത്ത സ്വാതന്ത്ര്യ ബോധത്തെക്കുറിച്ച്, നിത്യമായ ജീവിതോന്മേഷത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം VS എന്ന വാക്ക് നമ്മുടെ ഇരുവശങ്ങളിലും ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ചരിത്രമാണ്. ഓർക്കുക, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക്, അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്ന VS സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുഴക്കി നടത്തിയ ചരിത്രപ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുഖ്യ സംഘാടകൻ ഇപ്പോൾ ആ നൂറ്റാണ്ടിൻ്റെ സമരദീപ്തിക്ക് വിരാമമാകുന്നു. ചരിത്രത്തിൽ അതിൻ്റെ പ്രകാശം എന്നും ജ്വലിച്ചുകൊണ്ട് ഇരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പുന്നപ്രയിലും വയലാറിലും കളറക്കോട്ടും 100 കണക്കിന് മൃതദേഹങ്ങൾ ഒന്നിച്ച് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച സംഭവം ഇന്നും ഒരു വേദനയാണ് എന്ന് എന്നും കാണുമ്പോൾ VS പറയും. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തെ തുടർന്ന് 1946 ഒക്ടോബർ 28-ാം തീയതി VS പോലീസിൽ പിടിയിലായ നിമിഷങ്ങൾ ഈ വേർപാടിൻ്റെ നിമിഷങ്ങളിലും ഓർമ്മയിൽ വരികയാണ്. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അതിഭീകരമായിട്ടുള്ള മർദ്ദനമാണ് VS നേൽക്കേണ്ടി വന്നത്. മർദ്ദനത്തിനിടെ തോക്കിൻ്റെ ബയണറ്റ് കാൽവെള്ളയിൽ ആണ്ടിറങ്ങുകയുണ്ടായി. അങ്ങനെ എത്രയെങ്കിലും കൊടിയ പീഡനങ്ങളിലൂടെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും പോലെ VSഉം കടന്നുപോയിരുന്നു. ഓർക്കുക, 1967 ആ 67 സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം അത് നടപ്പാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തേണ്ടി വന്ന സമയങ്ങൾ. 1970-കൾ സുപ്രസിദ്ധമായ ആലപ്പുഴ പ്രഖ്യാപനത്തിലൂടെ സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തേണ്ടി വന്നതിന് തുടർച്ച എന്നുള്ള നിലയിൽ ആലപ്പുഴ പ്രഖ്യാപനത്തിലൂടെ
ഈ നിയമം പാലിക്കാനുള്ള പോരാട്ടം പ്രഖ്യാപിക്കപ്പെടുന്നു. ആ സമരത്തിന്റെ നേതൃത്വ നിരയിൽ നിന്ന സഖാവായിരുന്നു VS അച്യുതാനന്ദൻ. 1938 തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിലൂടെ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായ വ്യക്തിത്വം. 1940 VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവുന്നു. 64 നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 അംഗങ്ങളിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായിരുന്നു ഈ നിമിഷം വരെയും VS. ആ ഒരേ ഒരാൾ എന്ന വിശേഷണം ഈ നിമിഷം മുതൽ അവസാനിക്കുന്നില്ല. അത് ചരിത്രത്തിൻ്റെ തുടർച്ചയായിട്ട് മാറുകയും ചെയ്യുന്നു. നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ച് വിജയിച്ച വർഷങ്ങൾ ഓർക്കുക. 1967, 1970, 1991, 2001, 2006, 2011 ഈ വർഷങ്ങളിലൊക്കെ നിയമസഭയിലേക്ക് മത്സരിച്ച് തൻ്റെ സാന്നിധ്യം, രാഷ്ട്രീയ സാന്നിധ്യം, അത് MLA എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇതുവരെയും കേരളം ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ സാമൂഹിക, വനം, പരിസ്ഥിതി വിഷയങ്ങളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവകാശ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ ജനകീയനാവാമെന്ന് തെളിയിച്ച വ്യക്തിത്വം ഇന്ന് 3:20 തിരുവനന്തപുരത്ത് ഇല്ലാതായിരിക്കുന്നു. VS അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം എന്ന വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഭൗതിക ശരീരമെന്നോ ആത്മീയ ശരീരം എന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല. മരിച്ചു കഴിഞ്ഞാൽ അത് ശരീരം മാത്രമാണ്, മൃതദേഹം മാത്രമാണ്. സാധാരണഗതിയിൽ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ ഭൗതിക ശരീരം നാളെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് പറയും. VSനെ പോലെയുള്ള ഒരു വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിട്ട് ഭൗതിക ശരീരം എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല. അതുകൊണ്ട് VSന്റെ ശരീരം എന്ന് തന്നെ പറയുന്നതായിരിക്കും ഉചിതം. 2006 അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. 92 മുതൽ 96 വരെയും 2001 മുതൽ 2006 വരെയും തുടർന്നു വന്ന നിയമസഭയിലും പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. ഓർക്കുക, VS ശ്രദ്ധേയനായ കേരളീയ വിഷയങ്ങൾ: മതികെട്ടാൻ വിവാദം, പ്ലാച്ചിമട വിവാദം, കിളിയൂർ പെൺവാണിഭ കേസ്, ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ്, മൂന്നാറിൽ സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നേടിക്കൊടുത്ത വലിയ ജനശ്രദ്ധ. UDF സർക്കാരിൻ്റെ കടുത്ത അഴിമതികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരാൻ പ്രായം തളർത്താത്ത കരുത്ത് എന്നും VSന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അദ്ദേഹം സ്വന്തം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുടെ ചരിത്രവും ഈ നിമിഷങ്ങളിൽ ഓർമ്മയിലേക്ക് വരേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ട് 3:20 തൊട്ട് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും തിരുവനന്തപുരത്ത് SUT ആശുപത്രിയിലെത്തി VSനെ വീണ്ടും മുഖ്യമന്ത്രി സന്ദർശിച്ചു എന്നുള്ള ബ്രേക്കിംഗ് ഹെഡ്ലൈനുകൾ കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ പോയപ്പോൾ തന്നെ അതിൽ ഒരു വേർപാടിൻ്റെ സൂചന, VS വിട പറയാനൊരുങ്ങുന്നതിൻ്റെ സൂചന ലഭിച്ചിരുന്നു. എങ്കിലും അങ്ങനെയല്ല എന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്നും നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയ സമയത്ത് കാണാൻ കഴിയാതിരുന്നത് കൊണ്ട് ഇപ്പോൾ രണ്ടുപേരും കൂടി പോയതാണിരിക്കാം എന്നുമുള്ള വിചാരമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ സംശയം യാഥാർത്ഥ്യമായിരിക്കുന്നു. 3:20 വൈകിട്ട് VS അന്തരിച്ചു. VS എന്ന സമരനായകൻ വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ദുഃഖകരമല്ലാത്ത വാർത്ത. ദുഃഖകരമല്ല എന്ന് പറയുന്നത് 101 വർഷം അദ്ദേഹം ജീവിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, ജീവിച്ച ജീവിതം അർത്ഥപൂർണമാക്കി ജീവിച്ചു. ഇനി ഒന്നും ചെയ്യേണ്ടതില്ലാത്ത രീതിയിൽ തൻ്റെ ദൗത്യം കൃത്യമായി പൂർത്തിയാക്കി അദ്ദേഹം യാത്ര പറഞ്ഞിരിക്കുന്നു. ഇതിൽ VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിക്കുക എന്നതുപോലും VSനോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. കാരണം അർത്ഥപൂർണമായ ജീവിതം നയിച്ച ഒരു വ്യക്തി ഉചിതമായ രീതിയിൽ യാത്ര പറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് നാം അതിനെ കാണേണ്ടത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. VS ഓർമ്മയായിരിക്കുന്നു. വിപ്ലവത്തിൻ്റെ സൂര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിത്വം. ആ വിപ്ലവത്തിൻ്റെ സൂര്യൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളൊന്നുമില്ല എങ്കിൽ പോലും
VS എന്ന് പറഞ്ഞാൽ അടുത്ത് ആരോ വേണ്ടപ്പെട്ട ഒരാൾ ഉണ്ട് എന്നുള്ള വിചാരം മലയാളികളിൽ പലർക്കും, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രവർത്തകരിൽ പലർക്കും, പ്രത്യേകിച്ചും ഇടതുപക്ഷം എന്നാൽ എന്താവണം, യഥാർത്ഥ ഇടതുപക്ഷം എന്ന ഒന്നുണ്ടെന്നും യഥാർത്ഥ നേതാവ് എന്ന ഒന്നുണ്ടെന്നും ആ യഥാർത്ഥ നേതാവ് VS ആണെന്നും ആ യഥാർത്ഥ നേതാവിലൂടെ ഭരിക്കപ്പെട്ടാലേ യഥാർത്ഥ ഇടതുപക്ഷം ഉണ്ടാവൂ എന്നും വിചാരിച്ചിരുന്ന വലിയൊരു വിഭാഗം, ആ വിഭാഗം ഇപ്പോഴും വിചാരിക്കുന്നത് VSന് ആരോഗ്യമുണ്ടെങ്കിൽ, തിരിച്ചു വരാൻ കഴിയുന്ന യൗവനത്തിലേക്ക് അദ്ദേഹത്തിന് എത്തുമായിരുന്നെങ്കിൽ ഇപ്പോഴും VS ഈ ഭരണകാലഘട്ടത്തിലും മറ്റൊരു പ്രതിപക്ഷമായിട്ട് ശബ്ദമുയർത്തുമായിരുന്നു. അങ്ങനെ ആരോഗ്യം, പ്രായം എന്നിവയുടെ 2 കാരണങ്ങളാൽ മാത്രം സജീവമാകാതിരുന്ന, ഇപ്പോൾ ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് ഉദ്ധരണിക്കകത്തിട്ട് പറയാവുന്ന ആ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്നവരെ സംബന്ധിച്ചിട്ടുള്ള വിചാരങ്ങൾ എന്തായാലും പോരാട്ട ഭൂമികളിൽ വീരചരിത്രം തീർത്ത കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ നേതാവ്, സഖാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സമര ചരിത്രങ്ങൾ കൂടി വേർപാടിൻ്റെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അനാഥത്വം കൂട്ടായ ഒരു ബാല്യമായിരുന്നു VSന്. ജീവിതമെന്നാൽ സമരം തന്നെയായിരുന്നു. VS എന്നാൽ ജീവിത വിജയം സമരങ്ങളിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയും എന്ന് വിചാരപ്പെട്ട, തീരുമാനിച്ചുറച്ച ബാല്യം ആയിരുന്നു VSൻ്റേത്. രാഷ്ട്രീയമായിരുന്നു അദ്ദേഹത്തിന് ജീവിതം. അപ്പോൾ രാഷ്ട്രീയം ജീവിതമായപ്പോഴും മറ്റൊന്നുമായിരുന്നില്ല VSൻ്റെ വഴി, അത് സമരം തന്നെയായിരുന്നു. ജന്മിമാർക്കെതിരായ സമരം, കുടിയാന്മാർക്കെതിരായ സമരം, 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം, ആ സമരത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്നവരിൽ പ്രധാനിയായിരുന്നു VS അച്യുതാനന്ദൻ. ഓർക്കുക, ദിവാൻ ഭരണത്തിനെതിരെ നടന്ന പുന്നപ്രയിലെ തൊഴിലാളി വർഗ സമരങ്ങൾ, ദിവാൻ ഭരണത്തിനെതിരെ വയലാറിൽ നടന്ന തൊഴിലാളി വർഗ സമരങ്ങൾ, ആ സമരങ്ങളും അതിന് നേരിട്ട പട്ടാള വെടിവെപ്പും രക്തരൂക്ഷിതമായ ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് രണസ്മാരകങ്ങൾ പോലെ തിരയിളച്ചു വരും VSനെ കുറിച്ച് ഓർക്കുമ്പോൾ. ഇപ്പോൾ അദ്ദേഹം ആ 2 അക്ഷരം ഈ നിമിഷം ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 3:20 തിരുവനന്തപുരത്ത് SUT ആശുപത്രിയിൽ അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ വാർത്ത. ഡി ബിനോയ്, ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഡി ബിനോയ്? MSA, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് വൈകുന്നേരം പൊതുദർശനത്തിനായി AKG സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. നാളെ പൊതുദർശനമുണ്ട്, അത് ദർബാർ ഹാളിലാണ്, സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ. അതിനുശേഷം ഉച്ചയോടുകൂടി വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. ആലപ്പുഴ വീട്ടിലേക്കാണ്. അതിനുശേഷം മറ്റന്നാൾ ആയിരിക്കും ശവസംസ്കാര ചടങ്ങുകൾ. അത് വലിയ ചുടുകാട്ടിൽ തന്നെയാണ്. സാധാരണ നമ്മുടെ സമരരംഗത്തും ഒപ്പം തന്നെ വലിയ വിപ്ലവകരമായ സമരങ്ങൾ നയിച്ച നേതാക്കന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ തന്നെയാണ് VSന് വേണ്ടിയും ചിതയൊരുക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന കാര്യം. മാത്രവുമല്ല, ഇപ്പോൾ തന്നെ SUT ആശുപത്രിയിലേക്ക് വലിയ കണക്കിന് പാർട്ടി പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒട്ടുമിക്ക മന്ത്രിമാരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ നിരവധി പേർ എത്തുന്നു എന്ന് ഡി ബിനോയ് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, VS അച്യുതാനന്ദനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ നമ്മൾക്ക് ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടുകാരുടെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു. ആരെയും സന്ദർശകരായി അനുവദിച്ചിരുന്നില്ല. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ഈ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ കണ്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു മലയാളികൾ മൊത്തത്തിൽ. ആ അർത്ഥത്തിൽ കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി, അവസാനമായി കാണാൻ വേണ്ടി വരുന്നവരുടെ എണ്ണം ഊഹിക്കാവുന്നതിലും അധികമായിരിക്കും എന്ന് വിചാരിക്കേണ്ടേ?
തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് നേതൃത്വം കൊടുത്ത സമരത്തിനപ്പുറത്തേക്കും വി എസ് പങ്കെടുത്ത സമരങ്ങൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം മദ്യകെട്ടാനിലും ഒപ്പം ഈ അവസാന നാളുകളിൽ ഈ കൂടംകുളം താപനിലയത്തിനെതിരെയുമൊക്കെ സമരം നടത്തുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ അവിടുത്തെ പോലീസ് തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചയച്ചു. കാരണം ഒരു പക്ഷേ വി എസ് അവിടെ എത്തുകയാണെങ്കിൽ ആ സമരവീര്യം ഒരു 100 ഇരട്ടിയായി കൂടുമെന്ന് അവിടുത്തെ പോലീസ് അധികാരികൾക്ക് തന്നെ അറിയാമായിരുന്നു. അന്ന് വി എസിനെ മടക്കി അയക്കുന്നു. വി എസ് പിന്നെ അത് കഴിഞ്ഞ പെമ്പുള ഒരുമൈ സമരം, അത് ഇടുക്കി സമരമായിരുന്നുവെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ച ആ സമരമായിരുന്നു. ആ സമരവേദിയിൽ വി എസ് ഒരു രാത്രിയോളം മഴയത്തവിടെ ഇരുന്നു. അങ്ങനെ തുടങ്ങി വി എസ് പങ്കെടുത്ത, വി എസ് നയിച്ച, വി എസ് മുന്നോട്ട് കൊണ്ടുപോയ സമര പോരാട്ടങ്ങൾ വളരെ വലുതാണ്. അതാണ് നേരത്തെ MS പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ഒരിക്കൽ പോലും നമുക്ക് മരിച്ചുവെന്നോ അന്തരിച്ചുവെന്നോ പറയാൻ കഴിയത്തില്ല. ആ ചുവന്ന രണ്ടക്ഷരങ്ങൾ, ആ രണ്ട് വലിയ അക്ഷരങ്ങൾ, ആ പേര് VS അച്യുതാനന്ദൻ പറഞ്ഞ പേര്, അത് നമുക്ക് എന്നും ജനഹൃദയങ്ങളിലൂടെ വിപ്ലവ സൂര്യനായി തന്നെ അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ഒരു മാറ്റവുമില്ല. അത്ര കണ്ട് സമര പോരാട്ടങ്ങളുടെ പീഡനം ഏറ്റുവാങ്ങിയ ഒരു നേതാവ് മലയാളക്കരയ്ക്കുണ്ടാകില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുതന്നെയാണ് VS. അല്പസമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിന്നും VSന്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾക്ക് കേരള വിഷൻ ന്യൂസിന് ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കാം. VSന്റെ